കുടുംബം അത് ദൈവത്തിന്റെ മാത്രം പ്രവൃത്തിയാണ്. അത് ദൈവത്തിന്റെ ആലോചനയാണ്. അത് ദൈവത്തിന്റെ സംവിധാനമാണ്. അത് ദൈവത്തിന്റെ ഇടപെടലാണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് അതിനെല്ലാവരും മാന്യമായി ശ്രേഷ്ഠമായി കരുതട്ടെ. ഹല്ലേലൂയ. ഏറ്റവും ശ്രേഷ്ഠമായ വിളിയാണ് കുടുംബ ജീവിതത്തിലേക്കുള്ള വിളിയെന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം അഭിമന്യ പിതാവ് ഇന്ന് ആമുഖ സന്ദേശത്തിൽ പിതാവ് സൂചിപ്പിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം വചനത്തിൽ കൃത്യമായി നമുക്ക് കാണാൻ പറ്റും, ദൈവമാണ് ആലോചിക്കുന്നത്. അല്ലാതെ ആദാം വളരെ വിഷമിച്ച് ദൈവത്തോട് സങ്കടം പറഞ്ഞല്ല ഇത് സംഭവിക്കുന്നത്. ദൈവമാണ് ആലോചിക്കുന്നത്. ദൈവമാണ് മുന്നോട്ട് വരുന്നത്. ദൈവമാണ് ഈ വിഷയത്തിൽ പ്രവർത്തിക്കുന്നത്. എന്താ വചനം പറയുന്നത്? ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. എല്ലാവരും ശ്രദ്ധിക്കണമേ. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഈ ഒരു ആശയം രൂപം കൊള്ളുകയാണ്. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഈ ആലോചന രൂപപ്പെടുകയാണ്. കുടുംബം എന്ന ആലോചന, കുടുംബം എന്ന ആശയം കർത്താവിന്റെ മനസ്സിൽ രൂപം കൊള്ളുകയാണ്. ഇതിനു വേണ്ടി എന്താണ് ദൈവം ചെയ്തത്? അപ്പൊ ഒന്നാമതായി ദൈവം അത് ആലോചിക്കുന്നു. രണ്ടാമത് ദൈവം ഇത് സ്ഥാപിക്കുകയാണ്. കുടുംബത്തെ ദൈവം സ്ഥാപിക്കുകയാണ്. ഇപ്പോ God is the family maker. മനുഷ്യനല്ല കുടുംബത്തെ ഉണ്ടാക്കിയത്, മനുഷ്യനല്ല കുടുംബത്തെ സ്ഥാപിച്ചത്. അതിന് ഏറ്റവും വലിയ തെളിവാണ്, നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും കുടുംബങ്ങൾ, കുറച്ച് പ്രശ്നങ്ങൾ അസ്വസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്നും കുടുംബങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം കുടുംബത്തെ രൂപപ്പെടുത്തിയത് മനുഷ്യനല്ല, സർവശക്തനായ ദൈവമത്രേ.